Hello guys, welcome back to our channel. This is me with my love എപ്പിസോഡ് ഓപ്പണിംഗ് സീനിൽ നമ്മുടെ ഗോക്കു അവനാണെങ്കിൽ അവന്റെ അൾട്ടിമേറ്റ് റെഡ് പവറിലേക്ക് വരും. അതിനുശേഷം വീണ്ടും ബോവിന്റെ അടുത്തേക്ക് അങ്ങനെ ചാട്ടി വന്ന് അവനുമായിട്ട് പൊരിഞ്ഞ പോരാട്ടം. ബോ ആണെങ്കിൽ വിട്ടുകൊടുക്കാതെ അവന്റെ പവറുകളെല്ലാം ഉപയോഗിക്കും. പക്ഷെ വലിയൊരു എക്സ്ട്രീം പവറിൽ ആ ഒരു ബേസ് പോലും തകർത്തുകൊണ്ട് മോയെ പിടിച്ചു വലിച്ച് ഗോക്കു ആണെങ്കിൽ അങ്ങനെ ഫ്ലോറിലൂടെ എഴയിച്ച് അങ്ങനെ നിരക്കി കൊണ്ടുപോകും. പക്ഷേ അല്പദൂരം മുൻപോട്ടേക്ക് പോകുമ്പോൾ തന്നെ കോമോ ഗോകുവിന്റെ കൈ തട്ടിത്തെറിപ്പിച്ച് മുകളിലേക്ക് ഉയർന്ന് അവനെ അറഞ്ചം പുറച്ചിട്ടിക്കും. അതിനുശേഷം അവന്റെ പവർ ഉപയോഗിച്ച് വലിയൊരു സ്റ്റിക്ക് ക്രിയേറ്റ് ചെയ്ത് അതുപയോഗിച്ച് നിർത്താതെ ഗോകുവിനെ തല്ലിക്കൊണ്ടേയിരിക്കുകയാണ്. ഗോകു ആണെങ്കിൽ അതിനെ ബ്ലോക്ക് ചെയ്തുകൊണ്ടേയിരിക്കും. ഗോകു ആണെങ്കിൽ ആ പാറക്കല്ലുകൾ ഉപയോഗിച്ച് ആഞ്ഞടിക്കും. ആ കല്ലുകൾ അങ്ങനെ ചിന്ന ഭിന്നമാവും. പക്ഷെ ഗോമയാണെങ്കിൽ അവന്റെ ഐ പവർ ഉപയോഗിച്ച് ഗോകുവിനെ തല്ലി താഴെയിടും. അപ്പോഴും ഒരു ചിരി പാസ്സാക്കി ഗോകു സൂപ്പർ സയൻ എക്സ്ട്രീം പവറിലേക്ക് പോയി. വിട്ടുകൊടുക്കാതെ ഗോമയെ നിരന്തരം അറ്റാക്ക് ചെയ്തുകൊണ്ടേയിരിക്കും. ഗോമയാണെങ്കിൽ അവന്റെ കണ്ണിൽ നിന്ന് ഒരുപാട് പവറുകൾ ക്രിയേറ്റ് ചെയ്ത് ഗോകുവിനെ തൂക്കിയെടുത്ത് ദൂരേക്ക് എറിയും. ഗോകു ആണെങ്കിൽ വീണ്ടും അവന്റെ കാല് പിടിച്ച് വലിച്ച് കറക്കി ദൂരേക്ക് വലിച്ചെറിയും. അവൻ തെറിച്ചുപോയി വീഴുന്നത് കാണുമ്പോൾ നമ്മുടെ ആൾക്കാർക്ക് ഭയങ്കര സന്തോഷം. അതിനുശേഷം വീണ്ടും ബമ്പ ഫോഴ്സിൽ പവർ റിലീസ് ചെയ്ത് ഗോകു ആണെങ്കിൽ ഹാമേ പവറിലേക്ക് പോവാണ്. അത് കണ്ട് അവൻ ഡബിൾ ഷോക്കാവും. ഗോമയാണെങ്കിൽ എന്തെങ്കിലും ഒന്ന് ചെയ്യാൻ ശ്രമിക്കുന്നതിന് മുൻപ് തന്നെ ഹാമേ പവർ ഉപയോഗിച്ച് ആദ്യം അവന്റെ ആ ഒരു അൾട്ടിമേറ്റ് കണ്ണിൽ ഗോകു അറ്റാക്ക് ചെയ്യും. ഗോമയ്ക്കാണെങ്കിൽ ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല. അവൻ ദേഷ്യപ്പെട്ട് പല്ല് കടിക്കും. ഇനിയൊരു ട്വിസ്റ്റ്, അത് സ്വപ്നത്തിൽ പോലും കരുതാത്ത നമ്മുടെ ആൾക്കാരെല്ലാവരും ആകാംക്ഷയോട് കൂടെ അടുത്ത് എന്താണ് നടക്കുന്നത് കാണാൻ വെയിറ്റ് ചെയ്യും. അതിനുശേഷം ഗോകു ആണെങ്കിൽ ഇപ്പൊ അവന്റെ വയറ്റിലൂടെ ആ ഹാമേ പവർ കടത്തിവിട്ട് അവനെ ദൂരേക്ക് കൊണ്ടുപോകും. ഗോകുവിന്റെ അറ്റാക്കില് അവൻ അങ്ങനെ തകർന്ന് ഫസ്റ്റ് ഡീമൺ വേൾഡ് പോലും തുരന്ന് ഇപ്പൊ ആ പവർ അടുത്ത ഡീമൺ വേൾഡിലേക്ക് പോകും. അവിടെ നിന്ന് വലിയ ഫോഴ്സിൽ വെള്ളം ആ ഒരു ദ്വാരത്തിലൂടെ ഫസ്റ്റ് ഡീമൺ വേൾഡിലേക്ക് വരികയാണ്. അപ്പൊ ക്യാമറ അങ്ങനെ സൂം ചെയ്ത് കോമയെ കാണിക്കും. അവന്റെ ബോഡിയിൽ വലിയൊരു ദ്വാരം പൂർണ്ണമായിട്ടും തകർന്ന് ഒട്ടും തന്നെ എഴുന്നേറ്റ് നിൽക്കാൻ കെൽപ്പില്ലാതെ കോമയാണെങ്കിൽ പതിയെ താഴേക്ക് വീഴും. അത് കണ്ട പിക്കലോ ആണെങ്കിൽ ഇനി എന്റെ ടേണാണെന്ന് പറഞ്ഞ് കോമയ്ക്ക് നേരെ മുകളിലേക്ക് ചാടി വരും. എല്ലാവരും നോക്കി നിൽക്കെ പിക്കലോ ആണെങ്കിൽ കൈ മടക്കി അവന്റെ തലയ്ക്ക് ആഞ്ഞടിക്കും. അത് കണ്ട് കോമ ഞെട്ടും. കോമയ്ക്കാണെങ്കിൽ ഒന്ന് ബാലൻസ് ചെയ്ത് നിൽക്കാൻ പോലും കഴിയില്ല. അതിനുശേഷം രണ്ടാമത് പിക്കലോ ആഞ്ഞടിക്കും. മൂന്നാമതായിട്ട് പിക്കലോ പഞ്ച് ചെയ്യാൻ ശ്രമിക്കുമ്പോഴേക്കും ഇവിടെ കോമയാണെങ്കിൽ കാര്യം മനസ്സിലാക്കി അവനെ തട്ടിത്തെറിപ്പിക്കുകയാണ്. എന്റെ അൾട്ടിമേറ്റ് ഐ അതെടുക്കാനാണല്ലേ നിങ്ങൾ ശ്രമിക്കുന്നത്, ഒരു കാരണവശാലും അത് വിട്ടുതരില്ല എന്ന് പറഞ്ഞ് അവന്റെ ബോഡി അത് കുറേശ്ശെ ഹീൽ ചെയ്യുകയാണ്. മാത്രമല്ല അവന്റെ അൾട്ടിമേറ്റ് കണ്ണിൽ നിന്ന് ഒരുപാട് പവർ പുറത്തേക്ക് പോയി ആ ഒരു ബേസ് മുഴുവൻ ആ പവറിൽ അങ്ങനെ ജ്വലിക്കുകയാണ്. നമ്മുടെ ആൾക്കാരാണെങ്കിൽ വാട്ടർ അടിക്കും. ആ സയന്റിസ്റ്റ് ഗേൾ ആണെങ്കിൽ തലയ്ക്ക് കൈ കൊടുക്കും. ഓ നോ, നമ്മുടെ ആ പ്ലാൻ അത് എന്നാണ് തോന്നുന്നത്, പിക്കലോയെ കൊണ്ട് അത് ചെയ്യാൻ സാധിച്ചില്ല എന്ന് പറയും. ഉടനെ എല്ലാവരും അവന്റെ നേർക്ക് ചാടും. ആ സമയത്ത് അവന്റെ പവറിൽ പെട്ട് അവരങ്ങനെ സ്റ്റക്കായി പോവാണ്. ആ ഒരു ഗ്യാപ്പിൽ കോമയാണെങ്കിൽ അവന്റെ ബോഡി അങ്ങനെ ഹീൽ ചെയ്ത് ബാക്ക് ടു നോർമൽ ആക്കുകയാണ്. അവന്റെ പവറിൽ ഇപ്പൊ മാജിക്കോ ആണെങ്കിൽ കറങ്ങി അവന്റെ തൊട്ട് പിന്നിലെത്തും. ഇതാണ് പറ്റിയ അവസരം എന്ന് പറഞ്ഞ് മാജിക്കോ ആണെങ്കിൽ അവന്റെ കയ്യിലുണ്ടായിരുന്ന വലിയ ബുക്ക് വെച്ച് അവന്റെ തലയിൽ അടുപ്പിച്ച് 3 തവണ അടിക്കും. അടുത്ത നിമിഷം ആ കണ്ണങ്ങനെ പുറത്തേക്ക് തെറിച്ച് വരികയാണ്. അവൻ ക്രിയേറ്റ് ചെയ്ത കോട്ടയും പവറുകളും ഒക്കെ തന്നെ കോമയെ വിട്ട് നഷ്ടപ്പെടുകയാണ്. കോമയാണെങ്കിൽ അവന്റെ പഴയ ചെറിയ രൂപത്തിലേക്ക് പോകും. ആ കണ്ണാണെങ്കിൽ തെറിച്ചു വന്ന് ബ്ലൂമാന്റെ മുൻപിൽ വീഴുകയാണ്. അവനാണെങ്കിൽ രണ്ടാമോ ചിന്തിക്കാതെ ആ കണ്ണിൽ ആഞ്ഞു ചവിട്ടി അത് നശിപ്പിക്കും. പ്രിൻസസ് ആണെങ്കിൽ ഇപ്പൊ ബ്ലൂമാന്റെ അടുത്തേക്ക് ഓടി വരും. വാവ്, നീ ശരിക്കും അടിപൊളിയാണ്, അത് കറക്റ്റായിട്ട് നീ നശിപ്പിച്ചു എന്ന് പറയും. അപ്പോഴായിരിക്കും മാജിക്കോ അവരുടെ മുൻപിലേക്ക് വരിക. മാജിക്കോ ആണെങ്കിൽ നമ്മുടെ ആൾക്കാരോട് പറയും, ഞാൻ ചെയ്തത് ഒരു വലിയ കാര്യമല്ലേ, നിങ്ങൾ എന്തുകൊണ്ടാണ് എന്നെ മാത്രം അഭിനന്ദിക്കാത്തത്? അത് കേട്ട് ബുൽമയും പ്രിൻസസും എല്ലാവരും അവനെ അഭിനന്ദിക്കുകയാണ്. വാവ്, ഞാൻ ആദ്യം കണ്ടപ്പോൾ വെറും ഒരു മണ്ടനാണെന്നാണ് കരുതിയത്. പക്ഷെ നീ കറക്റ്റ് സമയത്ത് ആ ബുക്ക് വെച്ച് അതിനെ 3 തവണ അടിച്ചതുകൊണ്ടാണ് ആ കണ്ണ് പുറത്തു കൊണ്ടുവരാനും അവനെ തോൽപ്പിക്കാനും കഴിഞ്ഞത്. ബൂവും ടീമും എല്ലാവരും ഹാപ്പി ആയിട്ട് നിൽക്കുമ്പോൾ മാജിക്കോ ആണെങ്കിൽ ഇപ്പോ ആ ഒരു സയന്റിസ്റ്റ് ലേഡിയുടെ അടുത്തേക്ക് വരും. അവളാണെങ്കിൽ അവളുടെ പവർ വെച്ച് ആളെ അങ്ങനെ എയിം ചെയ്യുകയാണ്. മറ്റൊരു ഭാഗത്ത് പ്രിൻസസ് ആണെങ്കിൽ ഗോകുവിനെ നോക്കി കൈവീശി കാണിക്കും. അവന് സന്തോഷത്തിൽ അവരെ നോക്കി കൈവീശി കാണിച്ച് പതിയെ നോർമൽ മോഡിലേക്ക് വരികയാണ്. അമ്മയ്ക്കാണെങ്കിൽ അവന്റെ ദേഷ്യം അത് കൺട്രോൾ ചെയ്യാനായിട്ട് കഴിയില്ല. ആ എൽഡർ നമക്കിയനോട് അവൻ ദേഷ്യപ്പെടും. നിങ്ങളാണ് എല്ലാം നശിപ്പിച്ചത്, നിങ്ങൾ ഇവരെ സപ്പോർട്ട് ചെയ്തു, പ്രായമായി നിങ്ങൾ മരിക്കാനായെന്നാണ് ഞാൻ കരുതിയത്, പക്ഷേ നിങ്ങൾ ഇങ്ങനെ ഒരു ട്വിസ്റ്റ് തരുമെന്ന് അത് ഞാൻ സ്വപ്നത്തിൽ പോലും കരുതിയില്ല എന്ന് പറയും. അടുത്ത നിമിഷം കോമയുടെ ബോഡിയിൽ ഒരു വലയം വന്ന് അങ്ങനെ വീഴുകയാണ്. അത് മറ്റാരും ക്രിയേറ്റ് ചെയ്തതല്ല, നമ്മുടെ സയന്റിസ്റ്റ് ലേഡി. അവളാണെങ്കിൽ കോമയെ പൂർണ്ണമായിട്ട് ലോക്ക് ചെയ്യും. കോമയാണെങ്കിൽ എല്ലാവരോടും മാപ്പ് പറയും, ദയവ് ചെയ്ത് എന്നെ വെറുതെ വിടണം. അതിനവൾ പറയും, ഇനി ഒരുപാട് വർഷക്കാലം നീ ഇതില് ലോക്കായി ഇരിക്കാൻ പോവുകയാണ്, നിന്നെ കൊണ്ട് ഇനി ഒരിക്കലും പുറത്തേക്ക് വരാനായിട്ട് കഴിയില്ല. അത് കേട്ട് പിക്കലോ പറയും,
അവൻ ഒരു ഡീമൺ കിങ് ആയിരുന്ന ആളല്ലേ, അതുകൊണ്ട് തന്നെ ഒരു 99 വർഷത്തെ ശിക്ഷ അവന് കൊടുക്കാന്ന് പറയും. അത് കേട്ട് അവനാണെങ്കിൽ പേടിച്ച് നിലവിളിക്കാനായിട്ട് തുടങ്ങും. അവന് കൂട്ടായിട്ട് അവന്റെ അസിസ്റ്റന്റ് സ്പൈക്കിനെ ലോക്ക് ചെയ്ത് അവിടേക്ക് കൊണ്ടുവരും. നിങ്ങൾക്ക് രണ്ടുപേർക്കും അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും കൂട്ടായിട്ട് ഈ ഒരു വലയത്തിൽ ഒരുപാട് വർഷക്കാലം ജീവിക്കാമെന്ന് അവൾ പറയും. ആ സയന്റിസ്റ്റ് ലേഡി ആണെങ്കിൽ ഇപ്പോ അവർ വലിയൊരു ഗതയ്ക്കുള്ളിൽ അങ്ങനെ ലോക്ക് ചെയ്ത് വെക്കുകയാണ്. അതിനുശേഷം അവളാണെങ്കിൽ ഇപ്പോ നമ്മുടെ ആൾക്കാരോട് ചോദിക്കും, ഇപ്പോ ഈ സുപ്രീം ഡീമൺ വേൾഡിന് ഒരു കിങ് ഇല്ല, അടുത്ത കിങ് ആരാണ്? അതിന് സുപ്രീം കായാണെങ്കിൽ അവളോട് പറയും, അത് നിനക്കാവാം, നീ അത് ഒരുപാട് ആഗ്രഹിച്ചതല്ലേ. അതിന് അവൾ പറയും, നീ അത് പറഞ്ഞതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്, ഞാനത് ഒരുപാട് ആഗ്രഹിച്ചതാണ്, അതിനുവേണ്ടിയാണ് ഇതൊക്കെ ഞാൻ ചെയ്തു കൂട്ടിയത്. ഉടനെ സുപ്രീം കായ ആണെങ്കിൽ അവളെ വാൺ ചെയ്യും, ദയവ് ചെയ്ത് നിന്റെ സ്വാർത്ഥതയും മോശം താല്പര്യങ്ങളൊക്കെ മാറ്റിവെക്കണം. അതിനവളാണെങ്കിൽ ചിരിക്കും, എന്റെ ലക്ഷ്യം അതിൽ നിന്ന് ഞാൻ വിട്ടുമാറില്ല എന്ന് പറയും. ആ എൽഡർ നമുക്കേനാണെങ്കിൽ അവളോട് പറയും, നിന്റെ ലക്ഷ്യം പുറം ലോകം ഭയപ്പെടുന്ന ഒരു ഡീമൺ വേൾഡ് ആക്കി ഇവിടെ മാറ്റണം എന്നതല്ലേ. അതിനവള് പറയും, അതായിരുന്നു എന്റെ ആഗ്രഹം, പക്ഷെ ഇപ്പൊ ഞാൻ എന്റെ ആഗ്രഹം അത് മാറ്റി. ഡ്രാഗൺ ബോൾ അത് വീണ്ടും എങ്ങനെയെങ്കിലും ഒന്നിപ്പിച്ചു കൊണ്ടുവന്ന് ഒരുപാട് മന്ത്രശക്തി സ്വന്തമാക്കണം എന്നതാണ് എന്റെ ആഗ്രഹം. പക്ഷെ ഞാൻ പറയുകയാണെങ്കിൽ ഡീമൺ കിങ് ആവേണ്ടത് ഇപ്പോൾ ഡീമൺ കിങ്ങിനെ തോൽപ്പിച്ച ആളാണെന്ന് പറയും. ഉടനെ എല്ലാവരും മാജിക് ഊനെ നോക്കും. അവനാണെങ്കിൽ ഞെട്ടും, അതെ ഞാനാണ് ഡീമൺ കിങ് കോമനെ അവനെ തോൽപ്പിച്ചത്, അതുകൊണ്ട് ഞാൻ തന്നെയാണ് അടുത്ത ഡീമൺ കിങ് ആവേണ്ടതെന്ന് പറഞ്ഞ് ഇപ്പോ ചിറകൊക്കെ വിരിച്ച് അങ്ങനെ ഹായ് ആയിട്ട് നിൽക്കും. അതുകൊണ്ട് സയന്റിസ്റ്റ് ലേഡി ആണെങ്കിൽ അവനോട് പറയും, എന്തായി പറയണേ, നീ എന്റെ വെറും ഒരു അസിസ്റ്റന്റ് ആണ്, നിനക്ക് ഡീമൺ കിങ് ആവാനൊന്നും സാധിക്കില്ല. അതിനവൻ പറയും, ഒരിക്കലുമില്ല, എന്നെ കൊണ്ട് നന്നായിട്ട് ഡിസിഷൻസ് മേക്ക് ചെയ്യാൻ കഴിയും, എല്ലാവരെയും കൺട്രോൾ ചെയ്യാൻ പറ്റും, മാത്രമല്ല ഈ ഡീമൺ ഡീലെ കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ അറിയാമെന്ന് പറഞ്ഞ് ബ്ലൂമാനെ കുറിച്ചും കിങ്ങിനെ കുറിച്ചും ഒക്കെ തന്നെ അവൻ അറിയാവുന്ന ഡീറ്റെയിൽസ് എല്ലാം എല്ലാവരോടും പറയുകയാണ്. അറിവുള്ളവനാണ് ഞാൻ, സോ ഞാൻ തന്നെയാണ് അടുത്ത ഡീമൺ കിങ്. എൽഡർ നമുക്കിയാനാണെങ്കിൽ ഇവനെ കൊണ്ട് ഒറ്റയ്ക്ക് എല്ലാ കാര്യങ്ങളും കൺട്രോൾ ചെയ്യാനും ഹാൻഡിൽ ചെയ്യാനും കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല എന്ന് പറയും. അത് കേട്ട ഡീമൺ കൂ ആണെങ്കിൽ സയന്റിസ്റ്റ് ലേഡിക്ക് നേരെ കൈ നീട്ടുകയാണ്. നമുക്ക് രണ്ടുപേർക്ക് ഒരുമിച്ച് ഈ ഒരു പദവി അത് ഹാൻഡിൽ ചെയ്യാന്ന് പറയും. ഉടനെ അവളും കൈ കൊടുത്ത് അവരങ്ങനെ മുകളിലേക്ക് പറന്നുയരാണ്. പിക്കലോ ആണെങ്കിൽ വിളിച്ചു പറയും, അടുത്ത ഡീമൺ കിങ് അത് മാജിക് കൂ. അങ്ങനെ സീൻ കട്ട് ചെയ്ത ഇപ്പൊ നമ്മുടെ ആൾക്കാരെല്ലാവരും തിരികെ പോകാനായിട്ട് തയ്യാറാവുകയാണ്. പ്രിൻസസ് ആണെങ്കിൽ ഇപ്പോ ബുൽമ ചോദിച്ചതുപോലെ ഒരുപാട് മാജിൻ അവൾക്ക് ഗിഫ്റ്റായിട്ട് കൊടുക്കും. ബാക്കിയുള്ളവരെല്ലാവരും വേൾഡിലുള്ള ഒരുപാട് ചോക്ലേറ്റും സാധനങ്ങളും എല്ലാം തന്നെ നമ്മുടെ ആൾക്കാർക്ക് ഗിഫ്റ്റായിട്ട് കൊടുക്കുകയാണ്. ഇവിടെ വെജിറ്റി ആണെങ്കിൽ ഗോക്കുനോട് ദേഷ്യപ്പെടും, നിനക്ക് സൂപ്പർ സയന്റെ അൾട്ടിമേറ്റ് പവർ കിട്ടിയ കാര്യം നീ എന്നോട് പറഞ്ഞില്ല. അതിന് ഗോക്കു പറയും, നീ സൂപ്പർ സയൻ 3rd ഫോമിലേക്ക് പോയ കാര്യം എന്നോടും പറഞ്ഞില്ല, നീ എന്നെയും പറ്റിച്ചില്ലേ ചോദിച്ച് അങ്ങനെ പറന്നുയരുകയാണ്. അതേസമയം ഇവിടെയാണെങ്കിൽ ആ എൽഡർ നമക്കിയൻ ആളാണെങ്കിൽ ഡണ്ടയോടും പിക്കലയോടും അവരോട് രണ്ടുപേരോടും ഒരു റിക്വസ്റ്റ് ചെയ്യും, നിങ്ങൾക്ക് വിരോധമില്ലെങ്കിൽ ഈ നാമക്കിയൻ ഗ്രഹത്തിൽ നിന്നൂടെ. നിങ്ങൾ ഇവിടെ നിൽക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് സർവ്വ ഐശ്വര്യവും സമ്പാദ്യങ്ങളും ആഗ്രഹിക്കുന്ന എല്ലാം തന്നെ ലഭിക്കും, നിങ്ങളതിന് തയ്യാറാവണമെന്ന് ചോദിക്കും. അതിന് ഡണ്ട പറയും, എനിക്കതിന് സാധിക്കില്ല, ഭൂമിയിൽ ഒരുപാട് കാര്യങ്ങൾ എനിക്ക് ചെയ്യുവാനായിട്ടുണ്ട്. ഉടനെ അദ്ദേഹമാണെങ്കിൽ പിക്കലോയോട് ചോദിക്കും. അതിന് പിക്കലോ പറയും, എനിക്കും ഇവിടെ നിൽക്കാനായിട്ട് കഴിയില്ല, എനിക്കും ഭൂമിയിലേക്ക് പോകണം. കട്ട് ചെയ്ത അത് കേട്ട് അദ്ദേഹമാണെങ്കിൽ ഏതെങ്കിലും നാമക്കിയൻ ഇവിടെ ജീവിക്കാൻ തയ്യാറാണ് എങ്കിൽ നിങ്ങൾ ഇവിടേക്ക് പറഞ്ഞയക്കണമെന്ന് പറയും. അതിന് ഡണ്ടയാണെങ്കിൽ ഓക്കെ പറയും. അവിടുന്ന് അങ്ങനെ സീൻ കട്ട് ചെയ്ത ഇവിടെ കിങ് ആണെങ്കിൽ കോക്കുനോട് നന്ദി പറഞ്ഞ് അവർക്ക് ആവശ്യമായിട്ടുള്ള സ്പേസ്ഷിപ്പും സാധനങ്ങളൊക്കെ കൊടുക്കുകയാണ്. പ്രിൻസസ് ആണെങ്കിൽ ഞാനും ഇവരോടൊപ്പം ഭൂമിയിൽ പോയി മടങ്ങി വരാമെന്ന് പറഞ്ഞ് ബ്ലൂമാനോടൊപ്പം നമ്മുടെ ആൾക്കാരോട് കൂടെ പുറപ്പെടാൻ തയ്യാറായി കഴിഞ്ഞു. അങ്ങനെ എല്ലാവരോടും ടാറ്റ ബൈ ബൈ ഒക്കെ പറഞ്ഞ് നമ്മുടെ ആൾക്കാരാണെങ്കിൽ അവിടുന്ന് കടന്നു പോകുന്നതോടു കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു.